ഒരു തെറ്റ് ചെയ്താൽ ഒരു നാൾ അത് പുറത്തേക്ക് വരും. മുഖ്യമന്ത്രിയായ അധികാരം കൊണ്ട് മമത ഇത്രയും വർഷം രക്ഷപ്പെട്ടുവെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ മമതയുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കാരണം മമതയുടെ വസതിയിലേക്ക് ഓരോ ദിവസവും ഇറച്ചു കയറുകയാണ് കേന്ദ്ര ഏജൻസികളും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ പോലീസുകാരും. ഒരിടത്ത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, മറുവശത്ത് തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് പോകുന്ന അവസ്ഥ. ഓരോ ദിവസവും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാർ രാജിവെച്ചു പോകുന്നു. ആകെ പെട്ടിരിക്കുകയാണ് മമതയും മരുമകൻ അഭിഷേക് ബാനർജിയും. നിലവിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കുരുക്കായി കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും എംപിയുമായ അഭിഷേക് ബാനർജിയുടെ കൊൽക്കത്തയിലെ കാളിഘട്ട് വസതിയിൽ പുലർച്ചെ പോലീസും CIDയും ചേർന്ന് വൻ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ TMC MLAയും മുൻ മന്ത്രിയുമായ മദൻ മിത്രയുടെ വസതികളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഒരേ ദിവസമുണ്ടായ ഈ റെയ്ഡുകൾ തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാണ് തള്ളിവിട്ടിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് പശ്ചിമ ബംഗാളിലെ സാൽബോണി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘവും കൊൽക്കത്ത പോലീസും വൻ സുരക്ഷാ സന്നാഹത്തോടെ അഭിഷേക് ബാനർജിയുടെ വസതിയിലേക്ക് എത്തിയത്. വീട്ടിലുണ്ടായിരുന്നവർ വാതിൽ തുറക്കാൻ തയ്യാറാകാതെ ഇരുന്നതിനെ തുടർന്ന് പുലർച്ചെ 5 മണിയോടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഘത്തെ വിളിച്ചു വരുത്തി വീടിന്റെ പൂട്ടുകൾ തല്ലി തകർത്താണ് പോലീസ് അഭിഷേക് ബാനർജിയുടെ വീടിനുള്ളിൽ കയറിയത്. റെയ്ഡ് വിവരമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രിയും TMC അധ്യക്ഷയുമായ മമതാ ബാനർജി പുലർച്ചെ തന്നെ അഭിഷേകിന്റെ വീട്ടിലെത്തി. കോടതി ഉത്തരവുകൾ ലംഘിച്ചാണ് പോലീസ് പൂട്ടുകൾ തകർത്തതെന്ന് മമത ആരോപിച്ചു. അഭിഷേക് ബാനർജിയുടെ വിശ്വസ്തനും പേഴ്സണൽ അസിസ്റ്റന്റുമായ സുമിത് റോയിയെ തിരഞ്ഞാണ് പോലീസ് എത്തിയത്. തെരഞ്ഞെടുപ്പ് ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്ത് കോടികളുടെ ഭൂമി ഇടപാടിൽ സുമിത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നതിനിടയിലാണ് കൊൽക്കത്തയിലെ ദക്ഷിണേശ്വർ ഉൾപ്പെടെയുള്ള മദൻ മിത്രയുടെ 7 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. കാമർഹട്ടി ഉൾപ്പെടെയുള്ള വിവിധ മുനിസിപ്പാലിറ്റികളിൽ യോഗ്യതയില്ലാത്ത 125ലധികം ആളുകൾക്ക് കൈക്കൂലി വാങ്ങി നിയമനം നൽകിയെന്നാണ് കാമർഹട്ടി MLA ആയ മദൻ മിത്രയ്ക്കെതിരെയുള്ള കേസ്. 2 ദിവസത്തിനു മുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് MLAമാരുടെ ഒപ്പുകൾ വ്യാജമായി ചമച്ചുവെന്ന പരാതിയെ തുടർന്ന് പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് അന്ന് CID സംഘം മമതയുടെ വസതിയിലെത്തി പരിശോധന നടത്തിയത്. CID സംഘവുമായി പാർട്ടി നേതാക്കൾ വാക്കേറ്റമുണ്ടാക്കിയെങ്കിലും CID സംഘം ഉള്ളിൽ പ്രവേശിക്കുകയും രേഖകൾ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും മമതയ്ക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ്. 10-15 വർഷം പശ്ചിമ ബംഗാളിനെ അടക്കി ഭരിച്ച് രാജ്യദ്രോഹികൾക്കും അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കൊക്കെ പശ്ചിമ ബംഗാളിൽ അവരെ പരവതാനി വിരിച്ച് മമതയും മമതയുടെ പാർട്ടിയിലെ നേതാക്കളും സ്വീകരിച്ചിരുത്തി. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം മമതയും അതോടൊപ്പം തന്നെ മമതയുടെ പാർട്ടിയിലെ ഓരോ നേതാക്കന്മാരും പിടിച്ചെടുത്തു. നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ വീട് വയ്ക്കാനുള്ള പദ്ധതികൾ, അതിൽ നിന്നുള്ള ഫണ്ടുകൾ വരെ തൃണമൂലിലെ നേതാക്കന്മാർ കൈയിട്ട് വരികയും കമ്മീഷനൊക്കെ വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ തൃണമൂൽ നേതാക്കളെ കണ്ടാൽ ഓടിച്ചിട്ടടിക്കുകയും മുട്ടേറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ എത്തി നിൽക്കുന്നു. ഇനി അവിടെ തൃണമൂൽ കോൺഗ്രസ് വേണ്ട, തൃണമൂൽ എന്നൊരു പാർട്ടി ഇനി പശ്ചിമ ബംഗാളിൽ വേണ്ട, അവരുടെ ഓർമ്മ ഇനി വേണ്ട എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു. ഇനി ഇവിടെ BJPയുടെ ഭരണം മാത്രം മതി എന്ന ഒരു നീക്കത്തിലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.